ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും സങ്കടപ്പെടുത്തും. 6 വയസ്സിന് മുമ്പ് കുട്ടിയെ തല്ലാനോ ദേഷ്യപ്പെട്ടു നോക്കാനോ പാടില്ല. നിങ്ങളെ മുൻകാല പ്രാബല്യത്തോടെ പിടിച്ച് ജയിലിടേണ്ടതാണ്. പല രാജ്യങ്ങളിലും നിയമമായി 6 വയസ്സിന് മുമ്പ് അച്ഛനോ അമ്മയോ കുട്ടിയെ തല്ലിയാൽ അവരെ ജയിലിലിടും. കുട്ടിയെ സ്റ്റേറ്റ് നോക്കും. 6 വയസ്സിന് മുമ്പ് ഉണ്ടായിട്ടുള്ള തിക്തമായ അനുഭവങ്ങളുടെ റിഫ്ലക്ഷൻസ് ആണ്, പ്രതിഫലനങ്ങളാണ് കൗമാരപ്രായത്തിൽ കുഞ്ഞുങ്ങളിൽ കാണുന്നത്. അത് അവിടെ കിടക്കും. ദക്ഷ, ഗുഡ്, ഓക്കെ. ഞാൻ കുറച്ച് നേരം ഈ മോള് വെച്ച് പുറത്ത് വർത്താനം പറയും. ഇവളുടെ പേര് ദക്ഷ എന്നാണ്. നോക്കൂ, എൻ്റെ ഉദ്ദേശം ഇതാണ്, നിങ്ങളുടെ കുട്ടി ആരാണ് എന്ന് ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാൻ പോവാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോളാം. ഞാൻ ദക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ മനസ്സിൽ കൊണ്ടുവരണം. ക്ലിയർ ആണോ? ഞാൻ ദക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുഞ്ഞിനെ മനസ്സിൽ കൊണ്ടുവരണം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഈ നിൽക്കുന്ന ദക്ഷ, മിടുക്കിയായ ദക്ഷ, ഇതിന് മുമ്പ് ഈ ലോകത്തുണ്ടായിരുന്നോ? നമ്മൾ വന്നിട്ട് 3 ലക്ഷം വർഷം, അറിയാമോ? ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞ ഈ ജീവി ഭൂമിയിൽ വന്നിട്ട് 3 ലക്ഷം വർഷമേ ആയുള്ളൂ. വേറെ ഉണ്ടോ? അതല്ല ഞാൻ ചോദിച്ചത്. ഇതേ ദക്ഷ വേറെ ഉണ്ടോ? ഇനി ഉണ്ടാകുമോ? ഇല്ലല്ലോ. ഇവളുടെ അച്ഛനും അമ്മക്കും തന്നെ ഒരു 100 കുട്ടികളുണ്ടെന്ന് സങ്കല്പിച്ചപ്പോൾ ഇവളില്ല, ആവർത്തിക്കില്ല. ഒരു കുട്ടിയും ആവർത്തിക്കത്തില്ല. അത് ഇവല്യൂഷന്റെ ഒരു കളിയാണ്. ആവർത്തിച്ചാൽ നശിക്കപ്പെടും. അതുകൊണ്ടാണ് ഒന്നും ആവർത്തിക്കില്ല. ഈ പേന, എൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പേന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, പൈസ കൊടുത്താൽ മതി. ഈ മെയ്ക്ക് വാങ്ങാൻ കിട്ടും, ഈ വാച്ച് വാങ്ങാൻ കിട്ടും. ഞാൻ 1 ലക്ഷം കോടി രൂപ തരാം, ഇതേ ദക്ഷയെ വാങ്ങിത്തരാൻ പറ്റുമോ? ഇല്ലല്ലോ. അഥവാ ഇവൾ 1 ലക്ഷം കോടി രൂപയേക്കാൾ വിലയുള്ള ആളല്ലേ? ഈ 1 ലക്ഷം കോടി രൂപയേക്കാൾ വരെയുള്ള ലോകത്ത് എവിടെ ചെന്നാലും കിട്ടാത്ത ഈ അത്ഭുത പ്രതിഭാസമായ ദക്ഷയെ ഞാനൊന്ന് ആദരിക്കാൻ പോവാം. എൻ്റെ നേരെ ഓടരുത്, എൻ്റെ നേരെ. ഓക്കെ, മെയിൻ പിടി. അയ്യോ, പോയാട്ടെ. അവൾ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല, എനിക്ക് കേൾക്കാൻ കഴിയും. എൻ്റെ 25 വർഷത്തെ എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചതാണ്. ഇനിയെങ്കിലും ഒന്നും നന്നാവണോ, അവരുടെ മനസ്സിൽ പറഞ്ഞതാണ്. എൻ്റെ മോൾ എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ടീച്ചേഴ്സിനെ കുറിച്ചാണ്. ടീച്ചേഴ്സിനോട് ക്ഷമിക്കുക. നിങ്ങൾ ആരുടെ കാലം തൊട്ട് വന്നിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാല് തൊട്ട് വന്നിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? വെരി ഗുഡ്. ഇന്ന് ചെയ്തോളൂ. വീട്ടിൽ ചെന്നിട്ട് എന്തു പറയണം? അവിടെ മുഖത്ത് നോക്കി പറയണം. നീ ഈ സെന്റൻസ് മറക്കരുത്. നിന്റെ അമ്മയായിരിക്കുന്നതിൽ, നിന്റെ അച്ഛനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളെ വിടൂ. തല്ലാൻ പാടില്ല. തല്ലുമോ നിങ്ങൾ? ഇന്ന് രാവിലെ എങ്ങനെ ഉണർത്തിയത് പാവങ്ങളെ? കുട്ടിക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്താണ്? എനിക്കെന്നെ ഇഷ്ടമാണ്. ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇമോഷൻ അതാണ്. 200 പ്രാവശ്യമൊക്കെ ഞാൻ എഴുതിച്ചിട്ടുണ്ട്. എനിക്കെന്നെ ഇഷ്ടമാണ്. എപ്പോഴാണ് കുട്ടിയോട് ഇഷ്ടം തോന്നുക? ഇതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടി പരുവപ്പെടുന്നത് സ്കൂളിലാണോ വീട്ടിലാണോ? വീട്ടിലാണ്. മനയേ വിദ്യാലയ എന്ന് കർണാടക ഭാഷയിൽ പറയും. വീടാണ് സ്കൂൾ. സ്കൂളിലാണ് കുട്ടി പരുവപ്പെടുക. ഒരുപക്ഷെ എന്നെ ഒരു അധ്യാപകനായി പരുവപ്പെടുത്തിയത് എൻ്റെ നല്ല അധ്യാപകർ പഠിപ്പിച്ചത് കൊണ്ടല്ല, എൻ്റെ മോശം അധ്യാപകർ പഠിപ്പിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ ആകരുത് എന്നുള്ള എൻ്റെ ദൃഢനിശ്ചയമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അധ്യാപകനായത്. വാട്ടർ ടാപ്പിൽ ശുദ്ധമായ വെള്ളം കിട്ടാൻ വാട്ടർ ടാപ്പിന് ശകാരിച്ച കിട്ടുമോ? വാട്ടർ ടാപ്പിൽ ശുദ്ധമായ വെള്ളം കിട്ടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ.
എന്താണ്? വാട്ടർ ടാങ്ക് ശുദ്ധിയായി. അവിടെ ഉള്ളതല്ലേ ഇവിടെ ഒഴുകിയെത്തൂ. ആരാണ് പ്രതികൾ? എൻ്റെ 25 വർഷത്തെ അധ്യാപക ജീവിതത്തിലും 6 വർഷത്തെ പ്രിൻസിപ്പൽ ജീവിതത്തിലും മോശം ബിഹേവിയറുള്ള കുട്ടികളെയൊക്കെ ഞാൻ അടുത്ത് സംസാരിച്ചപ്പോൾ തെറ്റിപ്പോയ ഒരു അച്ഛനോ അമ്മയോ അവരുടെ പുറകിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ഒരു കുട്ടിയെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുട്ടിയെ അടിക്കാത്തത്, വഴക്ക് പറയാത്തത്. മനയെ വിദ്യാലയ, വീടാണ് സ്കൂൾ. ആ വീട് എങ്ങനെയായിരിക്കണം? നീക്ക് തോന്നി തുടങ്ങിയില്ലേ പുള്ളിക്കാരനും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു? പ്രശ്നമാണിത്. ഇത് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് പുള്ളിയോട് പറഞ്ഞ പുള്ളി എന്ന് പറയും, ഇടി അയാൾക്ക് വേറെ പണിയില്ല, അയാൾ ജോലിയൊക്കെ കിട്ടി, അയാൾ പെൻഷൻ മേടിച്ചു, അയാൾക്ക് ഇതൊക്കെ പറയാം. അല്ല, ഒരു നല്ല രക്ഷിതാവ്, നല്ല അച്ഛൻ, നല്ല അമ്മയാകാനുള്ള അടിസ്ഥാന യോഗ്യത എന്താ? 10ാം ക്ലാസ് പാസ്സാകണം. നല്ല അമ്മയാകാൻ ഡോക്ടറേറ്റ് എടുക്കണം. ഞാൻ ചില അമ്മയച്ഛനൊക്കെ എൻ്റെ മുറിലേക്ക് കയറി വരുമ്പോൾ ഞാൻ എഴുന്നേക്കും എൻ്റെ സീറ്റിൽ. ഒരു വിദ്യാഭ്യാസവും ഇല്ല, പക്ഷെ മക്കളെങ്ങനെ വളർത്തണമെന്നറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ ഒരു യോഗ്യത മതി, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയണില്ല. എന്താണ് ശരിക്കുള്ള സ്നേഹം? എന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു, സ്നേഹമുണ്ടോ? അപ്പോഴും ഉണ്ടെങ്കിൽ തരുമോ? സ്നേഹം വ്യവസ്ഥയില്ലാത്തതാണ്. ഐ ലവ് യു ബിക്കോസ് യു ലവ് മീ. നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് കണ്ടീഷണലാണ്. അത് കണ്ടീഷണൽ ലവാണ്. റിയൽ ലവ് അതല്ല. ഒരു ബാധയില്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കും. നിങ്ങൾ അങ്ങനെയാണോ? ഞാനൊരു കഥ പറയാം. ഈ കഥയിൽ ഒരു അമ്മയെ പരിചയപ്പെടുത്തും. ഞാൻ അവസാനം ചോദിക്കും, നിങ്ങൾ ഇങ്ങനത്തെ ഒരു അമ്മയാണോ? ആണെങ്കിൽ മാത്രം കൈകൊള്ളണം. 10 റാങ്ക് കിട്ടിയവരെ ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. ഒരു വലിയ ഓഡിറ്റോറിയം, ഒരുപാട് ആൾക്കാരുണ്ട്. 10ാം റാങ്കുകാരനെ വിളിച്ചു, സമ്മാനം കൊടുത്തു, അച്ഛനെ അമ്മേനെയും പരിചയപ്പെടുത്തി. 9ാം റാങ്കുകാരനെ വിളിച്ചു, 8ാം റാങ്കുകാരനെ വിളിച്ചു 1ാം റാങ്കുകാരനെ വിളിച്ചു. അച്ഛനും അമ്മേനെയും പരിചയപ്പെടുത്തിയില്ല. വരുത്താൻ മാത്രമേ ഇല്ലെന്നേ. ഈ മോൻ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ഈ ആങ്കറിനോട് പറഞ്ഞു, ആങ്കർ എന്ന് പറഞ്ഞാൽ ഈ മൈക്കിലൂടെ സംസാരിക്കുന്ന ആൾ, ആ മൈക്ക് എനിക്കൊന്ന് തരാമോ? അയാളുടെ മൈക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതിലൊന്ന്, എനിക്ക് തരാനുള്ള സമ്മാനം എൻ്റെ 1ാം റാങ്കിന്റെ പിറകിൽ പ്രവർത്തിച്ച ഒരാളെ ഈ ലോകത്തുള്ളൂ. അയാളുടെ കൊടുത്തിട്ട് എനിക്ക് തന്നാൽ മതി. ആ നിൽക്കുന്ന എൻ്റെ അമ്മയാണ്. എല്ലാവരും നോക്കുമ്പോൾ ഒരു സാരി ചുറ്റി ഒരു പേക്കോലം. ഈ മോൻ കുറെ പറയുന്നുണ്ട്, ഞാൻ ചുരുക്കി പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ എല്ലാ വിഷയത്തിലും തോറ്റ് എൻ്റെ കൂട്ടുകാരുടെ കളിയാക്കൽ ഏറ്റുവാങ്ങി, എൻ്റെ അധ്യാപകരുടെ ശകാരങ്ങൾ ഏറ്റുവാങ്ങി ഞാൻ നീറി എൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ നെഞ്ചോട് ചേർത്തിട്ട് എൻ്റെ നെറുകയിൽ ഒരു ഉമ്മ തന്നു. അതേ ഉമ്മയാണ് 1ാം റാങ്ക് കിട്ടിയപ്പോഴും എൻ്റെ അമ്മ എനിക്ക് തന്നത്. ഈ 2 ഉമ്മകളുള്ളവർ കൈവക്കും. നിങ്ങളുടെ സ്നേഹം വ്യവസ്ഥയുള്ളതാണ്. ഇനി പറയൂ, നിങ്ങൾക്ക് മക്കളോട് സ്നേഹമുണ്ടോ? ഞാൻ പറയുന്ന ആശയം കിട്ടുന്നുണ്ടോ? 25-ൽ 0 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴും 25-ൽ 25 മാർക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോഴും നിങ്ങളുടെ പ്രതികരണം ഒരേപോലെയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണ്. ഇപ്പോഴേ ശീലിക്കണം. പേപ്പർ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? പേപ്പറുകൾ മാറ്റൂ, നീങ്ങുക, അടിവരയിട്ട് ഓർത്തു വെക്കുക, നീ പേപ്പറല്ല. ആ ടീച്ചർ പറഞ്ഞ ആളല്ല നീ. നിങ്ങളെല്ലാം കൂട്ടിയ പേപ്പറിലേക്ക് ഒതുക്കും, ഫുൾ A+ ഒതുക്കും. ഞാൻ എൻ്റെ മക്കളോട് പറയണം, പോയി തോറ്റിട്ട് വരാം. നിങ്ങളെന്നാ പറയാൻ? തോറ്റ ഈ പഠിച്ച
അതല്ലേ റിസൾട്ട് വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയെയും പഠിപ്പിച്ച അധ്യാപകരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിടേണ്ടത്. എന്താ കുട്ടി ആത്മഹത്യ ചെയ്ത് പോണേ? നമ്മളൊക്കെ അറിയാതെ പഠിച്ചു വെക്കുക. തോക്കട്ടെ കുട്ടികള്. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ശരിക്ക് തോറ്റവനെ മാധുര്യത്തിന്റെ മധുരം നന്നായി നുണയത്തുള്ളൂ. ഞാൻ ശരിക്കും തോറ്റാണ്. എൻ്റെ BSc റാങ്ക് ലിസ്റ്റിൽ ഞാൻ റാങ്ക് 1 ഞാൻ BSc റാങ്ക് ലിസ്റ്റിലെ 1 ആകാൻ കാരണം എൻ്റെ തോൽവികളാണ് എന്നെ പഠിപ്പിച്ചത്.